പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് യുവജനങ്ങൾ, അതിലുപരി ഒരു +1 +2 അതിന് മുകളിൽ താഴോട്ട് വന്നാൽ 8ാം ക്ലാസ്സിന് മുകളിലുള്ള കുട്ടികൾ, ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ 6 മുതൽ തുടങ്ങാം. കുട്ടികളോട് ഒരു പ്രധാനപ്പെട്ട സുപ്രീം കോടതി വിധിയെക്കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇന്നലെ രാത്രി തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചാണ്, എന്നാൽ ഇന്ന് ചെയ്യാനേ സാധിച്ചുള്ളൂ. മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. ആ വിധിയിൽ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചില ചെറിയ പരാമർശങ്ങളായിരുന്നു. ആ പരാമർശം കുഞ്ഞുങ്ങളുടെ ചില വീഡിയോസൊക്കെ കാണുന്നതിനെക്കുറിച്ചുള്ള പരാമർശമാണ്. എന്നാൽ സുപ്രീം കോടതി ആ മദ്രാസ് ഹൈക്കോടതിയുടെ വിധിയെ പൂർണ്ണമായിട്ടും നിരാകരിച്ചു. ചന്ദ്രചൂഡൻ ജസ്റ്റിസാണെന്ന് തോന്നുന്നു. അതെ, ചന്ദ്രചൂഡൻ ജസ്റ്റിസ് തന്നെ. ഇനിയും യുവാക്കളോട്, യുവജനങ്ങളോട് അല്ലെങ്കിൽ പ്രായമുള്ളവരോടൊക്കെ പറയുന്നൊരു കാര്യം, ഞാൻ 3 പത്രം എടുത്ത് കാണിക്കാം. ഒന്ന്, ഇതിൻ്റെ ഫ്രണ്ട് ഒന്ന് നോക്കിയാൽ മതി. ഹിന്ദു പത്രമാണിത്. അതിൽ ഫ്രണ്ട് പേജിൽ എഴുതിയേക്കുന്നൊരു കാര്യം, വാച്ചിങ് ചൈൽഡ് സെക്സ് അബ്യൂസ് മെറ്റീരിയൽ ഈസ് ആൻ ഒഫൻസ്, സുപ്രീം കോടതി. SC മീൻസ് സുപ്രീം കോടതി. ദെൻ ഐ എം ടേക്കിംഗ് അനദർ ന്യൂസ് പേപ്പർ. അത് മാതൃഭൂമിയാണ്. അവിടെ ഒരു കോളത്തിൽ മാത്രമേ കൊടുത്തിട്ടുള്ളവർ കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ സൂക്ഷിച്ചാലും, കുട്ടികളുടെ ലൈംഗിക ദൃശ്യം സൂക്ഷിച്ചാലും പതിവായി കണ്ടാലും പോസ്കോ കേസ്. അത് മാതൃഭൂമി. അത് മനോരമ. ഇനി മാതൃഭൂമി അത് ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പേജിൽ കൊടുത്തേക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഇതാ, കുട്ടികളുടെ അശ്ലീല ദൃശ്യം കാണുന്നത് പോസ്കോ കുറ്റം. ഇനി പോസ്കോ എന്താണെന്ന് അറിയണം നിങ്ങൾക്ക്. അത് വളരെ നന്നായിട്ട് ഒന്ന് പറഞ്ഞേക്കാം. 2 ആക്റ്റാണ്. പോസ്കോ കുറ്റം മാത്രമല്ല, അത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റിലും കുറ്റകരമാണ്. ഇതിനകത്ത് 2-3 കാര്യങ്ങളാണ് എല്ലാവരും അറിയേണ്ടത്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ് ആൻഡ് ഒഫൻസസ്, പോസ്കോ, POCSO എന്നാണ്. എൻ്റെ പ്രൊനൗൺസിയേഷനകത്ത് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ. ഇന്നത്തെ യൂട്യൂബ് സെർച്ച് ചെയ്യുമ്പോൾ അറിയാതെങ്കിലും നമ്മളുടെ കൈതട്ടിയല്ലാതെയോ ചില സെക്ഷൽ വീഡിയോസ് വരും. അത് യൂട്യൂബിൻ്റെ പ്രശ്നമല്ല, നമ്മുടെയും പ്രശ്നമല്ല, വന്നു കയറും. എന്നാൽ അത് കുഞ്ഞുങ്ങളുടേതാണെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിട്ടേക്കുക. കുഞ്ഞുങ്ങളുടെ അശ്ലീല ചിത്രങ്ങൾ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ പോലും നിങ്ങളെ പിടിക്കാം, നിങ്ങളെ ഓട്ടോമാറ്റിക്കലി എടുക്കാം. കാരണം നിങ്ങൾ സെർച്ച് ചെയ്യുന്ന എല്ലാം തന്നെ ഒബ്സർവ്ഡ് ആണ്. നമ്മളൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും ആരും അറിയത്തില്ല. മണ്ടത്തരം. സെർച്ച് ചെയ്താൽ അറിയും. 2, കുഞ്ഞുങ്ങളുടെ അശ്ലീല ചിത്രങ്ങൾ നിരന്തരമായി കാണുകയും അത് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്താൽ അതും കുറ്റകരമാണ്. പ്രത്യേകിച്ച് യുവാക്കന്മാരോട് ഞാൻ പറയുകയാണ്, കുട്ടികളുമായിട്ടുള്ള വീഡിയോ ചിത്രങ്ങൾ എപ്പോഴും സൂക്ഷിച്ച് ഉപയോഗിക്കാവൂ. അത് ഒരിക്കലും, എസ്പെഷ്യലി റിലേറ്റഡ് വിത്ത് സെക്സ്, അത് സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ, ഞാൻ ഇപ്പോൾ 3 പത്രം കാണിച്ചു. ഇനി അപ്പുറത്ത് ദേശാഭിമാനി ഇരിപ്പുണ്ട്, മംഗളം ഇരിപ്പുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്രണ്ടിൽ ഈ വക കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ യുവാക്കന്മാരോട് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, ഒരു കാരണവശാലും നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷേ സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്താൽ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പകർന്നു കൊടുത്താൽ, ഇനിയും സെർച്ച് ചെയ്തിട്ട് നമ്മളത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ തന്നെ വെച്ചേക്കാമെന്ന് ചിന്തിച്ചാൽ അതും പൂർണ്ണമായിട്ടും മണ്ടത്തരമാണ്. മാത്രമല്ല, ഇനി ഞാൻ കുഞ്ഞുങ്ങളോട് പറയുക, നിങ്ങൾ അശ്ലീല ചിത്രങ്ങൾ കാണുന്നു എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ ഈ അശ്ലീല ചിത്രങ്ങൾക്ക് വിധേയമാകുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. വിധേയമാകാത്ത കുട്ടികളുടെ ചിത്രം കാണാൻ ആർക്കും സാധിക്കില്ലല്ലോ. അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ വിധേയപ്പെട്ടാൽ നിങ്ങൾക്ക് ആരെടുക്കെ പറയാം? നിങ്ങളുടെ അധ്യാപകരെടുക്കെ പറയാം. നിങ്ങളുടെ അധ്യാപകരോട് പറയുക, ഇങ്ങനൊരു കാര്യം സംഭവിച്ചു പോയി, അല്ലെങ്കിൽ മദ്യം തന്നിട്ട്, മയക്കുമരുന്ന് തന്നിട്ട്, എന്തെങ്കിലും തന്ന് എന്നെ വശംവദമാക്കി എന്ന് പറഞ്ഞാൽ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഓപ്പണായിട്ട് നിങ്ങളുടെ അധ്യാപികയോട്
ആർക്കെങ്കിലും പെൺകുട്ടികൾക്ക് പറയാൻ ബുദ്ധിമുട്ട് അവിടുത്തെ പുരുഷ അധ്യാപകനാണെങ്കിൽ സാരമില്ല, വേറെ ടീച്ചർ കാണും അവിടെ, ആ ടീച്ചറോട് പറയുക. അല്ല ഒരു ആശാ വർക്കർ കാണും, അല്ലെങ്കിൽ ആരെങ്കിലും കാണും, ആരോടെങ്കിലും പറയും. അല്ലെങ്കിൽ ഇത് ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട്, പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരു ഡോക്ടർ പറയുക എനിക്കിങ്ങനെ പറ്റിപ്പോയി സാർ പറയുക. ഇത് മറച്ചു വെച്ചിട്ട്, അറിഞ്ഞിട്ട് മറച്ചു വെച്ചാലും അതും കുറ്റകരമാണ്. അതുകൊണ്ട് എൻ്റെ എല്ലാ നല്ല വിദ്യാർത്ഥിനികളോടും നല്ലൊരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഡോണ്ട് ഡു ബാഡ് തിങ്സ് ഫോർ യുവർ ലൈഫ്, ഗുഡ് ലൈഫ്. ഡു ഗുഡ് തിങ്സ് ഫോർ യുവർ ഗുഡ് ലൈഫ്. ജോൺസൺ കരൂർ 944473098807. ഇങ്ങനെയുള്ള എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിലും വിളിച്ചാലും ഞാൻ സഹായിച്ചിരിക്കും.